നടുക്കടലിൽ ഒരു വൻ ദുരന്തം. കൊടുങ്കാറ്റിൽപ്പെട്ട് ആ കൂറ്റൻ കപ്പൽ രണ്ടായി പിളരുകയാണ്. രാക്ഷസ തിരമാലകൾക്ക് മുന്നിൽ മരണം ഉറപ്പിച്ച നിമിഷം. കാറ്റിന്റെ ശക്തി കണ്ട് കരയിലുള്ള കോസ്റ്റ് ഗാർഡ് പോലും കടലിലേക്ക് ഇറങ്ങാൻ ഭയന്ന് നിൽക്കുമ്പോഴാണ് അവൻ ആ തീരുമാനം എടുക്കുന്നത്. മറ്റാരും വരാനില്ലെന്ന് ഉറപ്പായതോടെ തന്റെ ടീമിനെയും കൂട്ടി ഒരു ചെറിയ ബോട്ടിൽ അവൻ ആ മരണം പെയ്യുന്ന കടലിലേക്ക് കുതിച്ചു. അവിടെ കപ്പലിലുള്ളവർ ഭ്രാന്തന്മാരെ പോലെ നിലവിളിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനറേറ്ററിൽ വെള്ളം കയറി കപ്പലിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. കൂരിരുട്ടിൽ തങ്ങളെ ആരും കാണില്ലെന്ന് അവർ ഭയന്നു. പക്ഷേ ഇരുട്ടിനെ കീറിമുറിച്ച് അവന്റെ ബോട്ടിന്റെ സെർച്ച് ലൈറ്റ് അവിടെ തെളിഞ്ഞു. കപ്പൽ മുങ്ങാൻ ഇനി വെറും 5 മിനിറ്റ് മാത്രം. 10 പേർക്ക് മാത്രം കയറാവുന്ന ആ ചെറിയ ബോട്ടിലേക്ക് 32 പേരെയും അവൻ വലിച്ചു കയറ്റി. കൺമുന്നിൽ ആ കപ്പൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മറയുന്നത് അവർ വിറയിലോടെ നോക്കി നിന്നു. രക്ഷപ്പെട്ടെന്ന് കരുതിയപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. ബോട്ടിലെ കോമ്പസ് തകരാറിലായിരിക്കുന്നു. കൂരിരുട്ടിൽ വഴിതെറ്റി നിൽക്കുമ്പോൾ അവൻ തന്റെ എക്സ്പീരിയൻസ് വെച്ച് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. വരുമ്പോൾ കാറ്റ് ഇടതുവശത്തായിരുന്നു, ഇപ്പോൾ വലതുവശത്ത്. അതുകൊണ്ട് നമ്മൾ പോകുന്നത് ശരിയായ ദിശയിലാണ്. പക്ഷെ വിധി വീണ്ടും അവരെ പരീക്ഷിച്ചു. കൊടുങ്കാറ്റിൽ നാട്ടിലെ വൈദ്യുതി നിലച്ചു. ലൈറ്റ് ഹൗസിലെ വെട്ടവും അണഞ്ഞു. കര എവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ലാത്ത അവസ്ഥ. അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. തീരത്തുള്ള നാട്ടുകാർ തങ്ങളുടെ കാറുകളുമായി വന്ന് നിരനിരയായി നിർത്തിയ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്യുന്നു. ആ ലൈറ്റ് നോക്കി മരണത്തിന്റെ വായിൽ നിന്ന് 32 ജീവനുമായി അവൻ സക്സസ്ഫുൾ ആയി കരയിലേക്ക് പാഞ്ഞു കയറി. ഇതാണ് റിയൽ ഹീറോയിസം. ഈ റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.